നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങും. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 10 മണിക്കുള്ള വിമാനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. തലസ്ഥാനത്തെ നിർണായകമായ ചർച്ചകളിൽ നിയുക്ത മുഖ്യമന്ത്രി പങ്കെടുക്കും. ആലുവ ദേശത്തെ വീട്ടിലേക്ക് സന്ദർശക പ്രവാഹം തുടരുകയാണ്. വിവരങ്ങളുമായി അബ്ദുൾ റഹീം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. റഹീമേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി 10 മണിക്ക് വീട്ടിലേക്ക് തിരിക്കും, തിരുവനന്തപുരത്തേക്ക് തിരിക്കും. ഇപ്പം നിലവിൽ അദ്ദേഹം വീട്ടിലുണ്ട്. വീട്ടിലെ കാഴ്ചകൾ എന്താണ് രാവിലെ? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാനുള്ളത് ദേശത്തെ വീട്ടിലാണ്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ദേശത്തെ വീട്ടിലാണ് ഞാനുള്ളത്. ഇപ്പോഴും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കൂടാതെ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ഇടവേള ബാബു, ടിനി ടോം, അതുപോലെ തന്നെ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടാതെ കുറച്ച് അധികം പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊരു കൗതുകമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ ഒരു കൗതുകം നൽകുന്ന ഒരു കാഴ്ചയാണ്. KL07 CM 4334. അതായത് ഇനിയിപ്പോൾ ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ആ നമ്പർ വളരെ കൗതുകം നൽകുന്നതാണ്. CM എന്നുള്ളതാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറിൽ വരുന്ന ഒരു കാഴ്ച. ഏതായാലും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ചില സ്വകാര്യ സന്ദർശനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. 9:55 എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം. കൂടാതെ അദ്ദേഹത്തിന് അവിടെ എത്തിയതിനു ശേഷം ചില നിർണായക ചർച്ചകളും മറ്റുമൊക്കെയുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കും ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരും. ഈ പറയുന്ന പോലെ തന്നെ കുടുംബവുമൊത്തായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും നിരവധി ആളുകളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. നേരെ അദ്ദേഹം എറണാകുളത്ത് ചില സന്ദർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനങ്ങളാണ്. അതിനായി അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്യും. അതിനുശേഷം തിരിച്ച് അദ്ദേഹം നേരെ എയർപോർട്ടിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി ഇപ്പോൾ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും തിരിച്ച് എറണാകുളത്തേക്ക് വരിക. അതിനുള്ള നടപടിക്രമങ്ങളും ഒക്കെ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇനി നടക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. രാവിലെ മുതൽ തന്നെ പോലീസിൽ ഉദ്യോഗസ്ഥരുടെ വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ട്. നമുക്കറിയാം നിയുക്ത മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പോലീസുകാരൊക്കെ എത്തുന്നുണ്ട്. കൂടാതെ പ്രവർത്തകർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇന്നലെ ഏതാണ്ട് ഒരു 7 മണിക്ക് ശേഷമാണ് അദ്ദേഹം എറണാകുളത്തേക്ക് മടങ്ങിയെത്തിയത്. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ജന്മനാട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ജില്ലയിലേക്ക് മടങ്ങിയെത്തിയത് ഇന്നലെ ആയിരുന്നു. ഞാൻ അടുത്ത മണിക്കൂറിൽ മടങ്ങിയെത്താം. ഇപ്പോ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ ദേശത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്.